ഓക്കെ, നമ്മളങ്ങനെ ബ്ലോക്ക് 2ലേക്ക് എത്തിയിരിക്കുകയാണ്. സെക്കൻഡ് ബ്ലോക്ക്. ഫസ്റ്റ് ബ്ലോക്കിൽ അത്യാവശ്യം ഒരുപാട് കണക്കുകൾ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും പരീക്ഷയ്ക്ക് ചോദിക്കാത്തത് കൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ അതും കൂടെ പറയാം. ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങളാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും. മൂന്നായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ എൻ്റെ അടുത്ത് പൊതുവെ വരാത്തതാണ്, പക്ഷേ ഇരിക്കട്ടെ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർ പ്രതീക്ഷിക്കുന്ന റിട്ടേണിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു ഫിനാൻഷ്യൽ മാനേജർ ബിസിനസ്സിൻ്റെ അകത്ത് എടുക്കുന്ന മേജർ 3 തീരുമാനങ്ങളിൽ ഒരു തീരുമാനമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിന് കുറേ പണം എവിടെയെങ്കിലും കണ്ടെത്തിയെന്നിരിക്കട്ടെ, കണ്ടെത്തിയ പണം നമ്മൾ എവിടെ ഉപയോഗപ്പെടുത്തും എന്നുള്ള ഒരു തീരുമാനം. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ തീരുമാനം എടുക്കുന്നത്? ഫോർ എക്സാമ്പിൾ, എനിക്ക് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു വെൻഡിങ് മെഷീൻ വാങ്ങണമെന്ന് വിചാരിക്കാം. ഒരു വെൻഡിങ് മെഷീൻ എൻ്റെ ബിസിനസ്സിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ബേക്കറിയാണ് നടത്തുന്നത്. ബേക്കറിയിൽ എനിക്കൊരു വെൻഡിങ് മെഷീൻ കൂടെ വാങ്ങിച്ച് വെച്ചാൽ നല്ല കച്ചവടം നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോകുന്നത് വെൻഡിങ് മെഷീനിലാണ്. അപ്പോൾ എനിക്കവിടെ വെൻഡിങ് മെഷീൻ വേണമെങ്കിൽ എന്ത് വാങ്ങാം? ഒരു പുതിയൊരെണ്ണം വാങ്ങാം. ഇല്ലെങ്കിൽ പഴയതുമല്ലോ വാടകയ്ക്ക് എടുക്കാം. ഇതും അല്ലെങ്കിൽ ഇത് രണ്ടിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എനിക്ക് ഹയർ ചെയ്യാം, ഈ പെപ്സി പോലത്തെ കമ്പനികളിൽ നിന്ന് ഹയർ ചെയ്യാം. പക്ഷേ അവിടെ മൂന്നിൻ്റേത് അഡ്വാൻറ്റേജും ഉണ്ട്, അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജും ഉണ്ട് അല്ലേ. ഇതുപോലെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വിചാരിക്കുമ്പോൾ അവിടെ എന്ത് കാണും? പല ഓപ്ഷൻസ് കാണും. ഈ ഓപ്ഷൻസിൽ ഏത് തിരഞ്ഞെടുക്കണം ഇൻ ടേംസ് ഓഫ് ഫിനാൻസ്, സാമ്പത്തിക ലാഭം നോക്കിക്കൊണ്ട് ഇതിലേത് തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കാൻ സഹായിക്കുന്ന ഒരുപാട് മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡ്. നമ്മൾ മുൻപിൽ വന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളെ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള അവസരങ്ങളെ അപ്രൈസൽ ചെയ്യുന്ന, വിലയിരുത്തുന്ന മെത്തേഡുകൾ. മൂന്നാമത്തത് മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു ബിസിനസ്സിൽ ഓണർ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഈ ക്യാപിറ്റൽ എന്താ? ഒരു പെർമനൻറ്റ് ക്യാപിറ്റലാവാം, വർക്കിംഗ് ക്യാപിറ്റലാവാം. ഈ പെർമനൻറ്റ് ക്യാപിറ്റലാണ് നമ്മൾ പൊതുവേ ക്യാപിറ്റൽ എന്ന് ഒറ്റ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ബിസിനസ് തുടങ്ങാൻ വേണ്ടി കുറേ പൈസ കൊണ്ടുവന്ന് ബിൽഡിംഗ് വാങ്ങി, ലാൻഡ് വാങ്ങി, അവിടെ കുറേ മെഷീൻസ് വാങ്ങിച്ചിട്ടു. ഇതെല്ലാം എന്താണ്? കാലങ്ങളോളം നമ്മൾ ബിസിനസ്സിൽ കിടക്കുന്ന സാധനങ്ങളാണ്. ഇത് നമ്മുടെ പെർമനൻറ്റ് ക്യാപിറ്റലാണ്. എന്നാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു ക്യാപിറ്റൽ ഭാഗമുണ്ട്. എന്തിനാണെന്നറിയോ? ദൈനംദിന ചിലവുകളുണ്ടല്ലോ, ഇതൊക്കെ നടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ക്യാഷ് കാണുമല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊരു ഹോട്ടലാണ് നടത്തുന്നത് വിചാരിക്കുക. അവിടെ എന്തുണ്ട്? ഈ പറഞ്ഞ പോലെ ഒരു പെർമനൻറ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഹോട്ടലിൽ വേണ്ട കെട്ടിടം വേണം, സ്ഥലം വേണം, പിന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, എന്നാൽ എല്ലാ ദിവസവും പച്ചക്കറി, മീനും, മുട്ടയൊക്കെ വാങ്ങാതിരുന്നാൽ നമ്മൾ ബിസിനസ് നടന്നു പോകും. അതുകൊണ്ട് തന്നെ ഓണറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 2 രീതിക്കാണ് പോകുന്നത്. ഒന്ന് ഈ പറഞ്ഞ ഫിക്സഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, മറ്റേത് എന്താണ് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ദൈനംദിന ചിലവിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും. ആ ദൈനംദിന ചിലവിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് സ്പെസിഫിക് ആയിട്ട് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റാണ് അവിടെ പറയുന്നത്. നമുക്കിനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. എന്താണ് പൊതുവെ ഈ ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞ മൊഡ്യൂൾ 1-ലായിരുന്നു, അതായത് ബ്ലോക്ക് 1-ലായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബ്ലോക്ക് 1-ലാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ്. ഓക്കെ, നമ്മുടെ മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, വൈ ഈസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഡിഫിക്കൽട്ട് ടു മെഷർ, ഡിസ്കസ് ദ ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഓക്കെ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് അറിയണം. ഞാൻ മുമ്പ് പറഞ്ഞു, ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് നമ്മുടെ ഇൻവെസ്റ്റർ പ്രതീക്ഷിക്കുന്ന റിട്ടേണിനാണ് എന്തെന്ന് വിളിക്കുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇത് കോസ്റ്റ് എന്ന് വിളിക്കാനുള്ള കാര്യം എന്താ? ഫോർ എക്സാമ്പിൾ, നിങ്ങളാണ് ബിസിനസ് നടത്തുന്നതെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ബിസിനസ്സിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ 10% റിട്ടേൺ പ്രതീക്ഷിക്കുന്നു. അതായത് അയാൾ നിങ്ങൾ ബിസിനസ്സിൽ 1000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ 1000 പ്ലസ് 10% 100 തിരിച്ച് നിങ്ങൾ 1100 രൂപ കൊടുക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ അധികമായി കൊടുക്കുന്ന ഈ 100 രൂപ ഉണ്ടല്ലോ, ഈ 100 രൂപ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? റിട്ടേൺ ഓഫ് ക്യാപിറ്റലാണ്, അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എന്നാൽ ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കും. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഭാഗത്ത് നിന്നല്ലല്ലോ, ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിന്നല്ലേ. ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എന്താണ്? അവരുടെ ഒരു ചിലവാണ്. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് വിളിക്കുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് ബിസിനസ്സിന് ഉടമസ്ഥരുടെ കയ്യിൽ നിന്ന് ക്യാപിറ്റൽ നേടിയെടുക്കാൻ, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റായ ക്യാപിറ്റൽ ഉണ്ടാവുന്ന ചിലവിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ,
കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് നമ്മൾ ഇങ്ങനെ ഒരു ഡിവിഷൻ പറയാറുണ്ട്. അപ്പോൾ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അവരെന്ത് എക്സ്പെക്ട് ചെയ്യുന്നു അതെല്ലാം എന്താണ് നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. പൊതുവേ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കെ എന്നാണ് വിളിക്കാറുള്ളത്. കെ കൺസിസ്റ്റ് ഓഫ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ പ്ലസ് പ്രീമിയം ഫോർ ദ റിസ്ക് ദേ ടേക്ക് എന്നാണ് പറയാറുള്ളത്. ഇത് ഏറ്റവും അടിസ്ഥാനപരമായൊരു കണക്കാണ്. അതായത് എന്താണ് ഇവർ പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴും ഒരു റിസ്ക് ഫ്രീ റേറ്റ് നമ്മുടെ എക്കോണമിയിൽ കാണും. അതായത് ഒരു റിസ്ക് നമ്മൾ എടുക്കണ്ട. ഞാൻ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞത് എന്താണ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലക്ച്വേഷൻസ് ആണ്. അതായത് ഇപ്പം ഇന്നൊരു 10% കിട്ടി, നാളെ ഈ 10% കിട്ടണമെന്നില്ല, നാളെ 8% ആയിരിക്കാൻ കിട്ടുന്നത് എങ്കിൽ ഈ 8% ആവാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണുന്നെങ്കിൽ അവിടുത്തെ റിസ്ക് ആ പറഞ്ഞ 2% ആണ്. മനസ്സിലായില്ലേ? എന്താ പറയുക, കണ്ടിന്യൂറ്റി ഇല്ലാതെ പോകുന്ന അല്ലെങ്കിൽ വിചാരിച്ചൊരു സംഭവം കിട്ടാതെ പോകുന്ന ഒരവസ്ഥയാണ് നമ്മളവിടെ റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാൻസ് ഓഫ് ഹാപ്പനിങ് ലോസ് എന്ന് പറയുന്നത്. പക്ഷേ ചില ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് എന്താണ്, ഇത് 10% റിട്ടേൺ തരുമെന്ന് പറഞ്ഞാൽ മലയിടിഞ്ഞ് വീണാൽ ഇവർ എന്ത് തരും, 10% റിട്ടേൺ തരും. അവിടെ നമുക്ക് എന്തില്ല, ₹1 പോലും റിസ്ക് ഇല്ല. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ട്രഷറി ബില്ലെന്ന് പറയും. ആ ട്രഷറി ബില്ലുകൾ ഈ പറഞ്ഞ പോലെ ഒരു റേറ്റ് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ റേറ്റ് കിട്ടിയിരിക്കും, ഇർറെസ്പെക്റ്റീവ് ഓഫ് ഓൾ അതർ ഫാക്ടേഴ്സ്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ട്രഷറി ബില്ലുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും, റിസ്ക് ഫ്രീ സെക്യൂരിറ്റീസ് എന്ന് വിളിക്കും. അപ്പോൾ റിസ്ക് ഫ്രീ ആയിട്ടുള്ള സെക്യൂരിറ്റീസിന് കിട്ടുന്ന റിട്ടേൺ ആണ് റിസ്ക് ഫ്രീ റിട്ടേൺസ് എന്ന് വിളിക്കുന്നത്. അവിടെ എന്താണ്, റിസ്ക് എന്താണ്, 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്തുണ്ട്, ഒരു സാധാരണ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറഞ്ഞാലും എന്തുണ്ട്, കുറച്ച് റിസ്ക് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറയുന്ന ഒന്നേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രഷറി ബില്ല് ഇപ്പോൾ കൊടുക്കുന്നത് 10% റിട്ടേൺ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തായിരിക്കണം, റിസ്ക് ഫ്രീ ആയിട്ടുള്ള നമ്മുടെ എക്കോണമിയിൽ കിട്ടുന്ന 10% പ്ലസ് ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം റിസ്ക് നമ്മൾ എടുക്കുന്നുണ്ടോ അതിനുള്ളൊരു റിട്ടേൺ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2% റിസ്ക് ആണെങ്കിൽ 2% വിച്ച് ഈസ് ഈക്വൽ ടു 12% എന്ന് പറയും. ഏറ്റവും അടിസ്ഥാനപരമായ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ഒരു റിസ്ക് എടുത്ത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് എന്തിനേക്കാൾ കൂടുതലായിരിക്കണം, നമ്മുടെ എക്കോണമിയിൽ നിലനിൽക്കുന്ന റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേണിനേക്കാൾ കൂടുതലായിരിക്കണം. ഇപ്പോൾ അതായത് ഇപ്പം നിലവിൽ ഗവൺമെൻറ് ട്രഷറി ബില്ലുകൾ 6% പലിശ കൊടുക്കുന്നുണ്ടെങ്കിൽ 6% റിട്ടേൺ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിടത്ത് റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്തായിരിക്കണം, മിനിമം 6%-നേക്കാൾ കൂടുതലായിരിക്കണം. പിന്നെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത്, റിസ്ക് ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്താൽ 6% കിട്ടും, റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ 6% കിട്ടുമെങ്കിൽ രണ്ടും വേറെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഒരു ധാരണ കിട്ടി എന്ന് വിശ്വസിക്കുന്നു, ഇല്ലെങ്കിൽ പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കിപ്പോൾ അറിയേണ്ട വിഷയം എന്താണ്, ക്ലാസിഫിക്കേഷൻ കോസ്റ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന സാധനങ്ങളേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ടത് ഇക്വിറ്റി ഷെയറിൻ്റെ ബാക്കി ഒരുപാടുണ്ട്. അതൊക്കെ പഠിക്കാൻ നിന്നാൽ ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ട്. ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല, ഇക്വിറ്റി ഷെയറിൻ്റെ കാര്യത്തിലേക്ക് മാത്രം പോകണം. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലുണ്ട്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുണ്ട്. നിങ്ങൾ ഒരു ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 2 കാര്യങ്ങളാണ്. ഇക്വിറ്റി ഷെയർ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായല്ലോ. സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് വാങ്ങാൻ അറിയത്തില്ലേ, നിങ്ങൾ സ്റ്റോക്ക് വാങ്ങുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആ കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ ഒരു ഭാഗം വാങ്ങുന്നതാണ്. അതിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ എന്ന് വിളിക്കുന്നത്, ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. നിങ്ങളൊരു ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 2 കാര്യങ്ങൾ. ഒന്നാണ്, വർഷം തോറും ഇവരെന്ത് ചെയ്യും, ഈ കമ്പനികൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കും. അവരുടെ പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് കൊടുക്കാതിരിക്കുക അവരുടെ തീരുമാനം പോലെ. എന്നാൽ കൊടുത്താൽ ആർക്ക് കിട്ടും, ഇക്വിറ്റി ക്യാപിറ്റൽ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. പിന്നെ ഈ പറഞ്ഞ ഷെയർ ക്യാപിറ്റൽ, ഈ ഷെയർസിന് എന്ത് സംഭവിക്കാം, വില മാറ്റം സംഭവിക്കാം. നിങ്ങൾ വാങ്ങിച്ചപ്പോൾ 100 രൂപ ആയിരുന്നു, ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വില 120 രൂപയായി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 120 രൂപയ്ക്ക് അതിനെ സെല്ല് ചെയ്ത് ഒരു ഷെയറിന് 20 രൂപ പ്രോഫിറ്റ് നിങ്ങൾക്ക് നേടാൻ പറ്റും. വില വ്യത്യാസം വന്നില്ലേ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ്. ഒന്ന് ഡിവിഡൻഡ്, മറ്റൊന്ന് ഏണിങ്സ് എന്ന് പറയും, വിലയിലുണ്ടായ വ്യത്യാസം. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങളുടെ അപ്പോൾ നമുക്കിവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങൾ എന്തല്ല. ഇപ്പോൾ ഇതിൽ ഒരു ചോദ്യം തന്നെ അങ്ങനെയാണ്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട്. എവിടെ ഡിഫിക്കൽട്ടി ടു മെഷർ, എന്താണ് ആ ഒരു ഡിഫിക്കൽട്ടി. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, ഒരു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ നിന്ന് റിട്ടേൺ ആയിട്ട് കിട്ടുന്നുള്ളൂ. പക്ഷേ ഈ 2 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബോണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്.
നിങ്ങളൊരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബോണ്ടിന് എന്തുണ്ടായിരിക്കും, എല്ലാ വർഷവും 10% പലിശ തരാം എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെന്നൊരു ഷെയർ വാങ്ങുമ്പോൾ ഈ പറഞ്ഞ സാധനം ആരും ഗ്യാരണ്ടി ചെയ്യുന്നില്ല. പല മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ളത് വേണമെങ്കിൽ വരാമെന്നുള്ളതേ ഉള്ളൂ. ഇനി ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിന് ഒരു ധാരണയില്ല, ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. പ്രോഫിറ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യാം, ഡിവിഡൻഡ് തന്നേക്കാം. ഇനി ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടായും തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിവിഡൻഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് അപ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ബോർഡ് എന്നാണ് പറയുന്നത്. ബോർഡ് തീരുമാനിക്കും ഇത് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞ പല കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്തായിരിക്കും ഒരു ഇക്വിറ്റിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്തുണ്ട്, ഈ പറഞ്ഞ രണ്ട് സാധനങ്ങളുണ്ട്. ഒന്ന് ഡിവിഡൻഡ് ഉണ്ട്, വേറൊന്ന് പിന്നെ ഏർണിങ്സ് ഉണ്ട്. ഈ പറഞ്ഞ രണ്ട് സാധനങ്ങൾ നമ്മൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഊഹം വച്ചിട്ട് നമുക്ക് പോകാമെന്നുള്ളതേ ഉള്ളൂ, ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എന്തല്ല പ്രോപ്പറായിട്ട് നമുക്ക് നേരത്തെ ആരും എഗ്രി ചെയ്ത് പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. ഇനി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന മെത്തേഡുകളുണ്ട്. ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഇതെങ്കിലും പഠിച്ച് വയ്ക്കുക. കാര്യം താഴോട്ടുള്ളതൊക്കെ എന്തുമാത്രം പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇതെങ്കിലും ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. EP റേഷ്യോ, ഏണിങ്സിൻ്റെയും എന്താ പറയുക പ്രൈസിൻ്റെയും റേഷ്യോ, ഏണിങ്സ് പ്രൈസ് റേഷ്യോ എന്ന് പറയും. കണ്ടോ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു ഏർണിങ്സ് പെർ ഷെയർ ബൈ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഇന്ന് 100 രൂപയ്ക്ക് എന്ത് ചെയ്തു, ഒരു ഷെയർ വാങ്ങി, തൊട്ടടുത്ത ദിവസം അത് 120 രൂപയായി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഷെയർ വാങ്ങിയതിലൂടെ നിങ്ങൾക്ക് എന്തുമാത്രം ലാഭമുണ്ടായി, എന്ത് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും, 120 മൈനസ് 100. ഇതാണ് നിങ്ങൾക്ക് ഉണ്ടായ നേട്ടം അല്ലേ, 20 രൂപ. അതായത് നിങ്ങൾ എന്ത് ചെയ്തു, 120 വിലയുള്ളൊരു സാധനം ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായ ഏർണിങ്സ് എത്രയാണ്, നിങ്ങൾ വിൽക്കുന്നില്ല നിങ്ങളുടെ തീരുമാനമാണ്. എന്നാലും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അത് ഉറപ്പാണല്ലോ. വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നിലനിൽപ്പുണ്ടാകും. 20 രൂപ നിങ്ങൾക്ക് എന്തായി കിട്ടി, ലാഭമായിട്ട് കിട്ടി. അപ്പോൾ 20/120 ഇൻറ്റു 100. ഇതാണ് എന്ത് കണ്ടുപിടിക്കുന്ന ഫോർമുല, EP റേഷ്യോ, ഏർണിങ്സ് പ്രൈസ് റേഷ്യോ കണ്ടുപിടിക്കുന്ന ഫോർമുല. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിലൂടെ നിങ്ങൾക്ക് കിട്ടിയ ലാഭത്തിൻ്റെ ശതമാനമാണ് നമ്മൾ നോക്കുന്നത്. അതിനാണ് എന്തെന്ന് വിളിക്കുന്നത്, കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അത് ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർക്ക് എന്തുണ്ടായി, അതൊരു കോസ്റ്റാണ്. അവരുടെ കയ്യിൽ കിട്ടേണ്ടിരുന്ന ലാഭമാണ് നമ്മുടെ കയ്യിലേക്ക് വന്നത്. പിന്നെ EP ബൈ ഗ്രോത്തിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഈ 3 എന്നുള്ള തെറ്റാണ്, എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇപ്പോൾ കോമണായിട്ട് 3 എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഈ പറയുന്നൊരു സംഭവമാണ്. ഓക്കെ, ഫോർമുല ഇതാണ്. നമുക്ക് എന്ത് പ്രതീക്ഷിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത് പ്രതീക്ഷിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്ന ഫോർമുല പഠിച്ചിട്ടുണ്ട് അല്ലേ, A × 1+R⁴ എന്ന് പറയും. അതേ സാധനമാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഈ ഏർണിങ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് റേറ്റിൽ ഗ്രോ ചെയ്യും, അതിനാണ് ഇവിടെ B ആയിട്ട് ഉദ്ദേശിക്കുന്നത്. P നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് പ്രൈസാണ്. അപ്പോൾ എന്തായിരുന്നു, ഒരു ഷെയറിൽ നിന്നുള്ള ഏർണിങ്സ് എത്ര, ഓക്കെ, ഇൻറ്റു 1+ എന്താണോ ഗ്രോത്ത് റേറ്റ് ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ടാവും. ഇതൊന്നും വരാൻ സാധ്യതയില്ല, കാരണം അത്ര ഡെപ്തിൽ കാര്യങ്ങളൊക്കെ അറിയുന്നവന് ഇത് വേണ്ടെടുത്തെടുത്ത് ഉപയോഗിക്കാൻ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇത് പൊതുവെ ചോദിക്കാറില്ല. പൊതുവെ ചോദിക്കുന്ന സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, പേടിക്കണ്ട. ഓക്കെ, ഇൻറ്റു എത്ര വർഷത്തേക്കാണ് ഇവർ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നത്, 3 വർഷത്തേക്ക്. അപ്പോൾ ⁻3 ഡിവൈഡഡ് ബൈ എന്താണ് പിന്നെ എവിടെ ബേസ് വാല്യൂ എത്രയായിരുന്നു, 50 രൂപ. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡുകൾ ഓർക്കുക. വെറും EP റേഷ്യോ മെത്തേഡുണ്ട്, EP റേഷ്യോൻ്റെ കൂടെ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്ന കണ്ടിന്യൂസ് ഗ്രോത്ത് പ്രതീക്ഷിക്കുന്ന മെത്തേഡുണ്ട്. പിന്നെ ഡിവിഡൻഡ് പ്രൈസ് റേഷ്യോ മെത്തേഡുണ്ട്. നമ്മൾ ഏർണിങ്സ് നോക്കിയ പോലെ എന്താണ് ഡിവിഡൻഡ് നോക്കുക. ഡിവിഡൻഡ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ വിലയിലുണ്ടാകുന്ന വ്യത്യാസമല്ല, കമ്പനി പ്രഖ്യാപിക്കുന്നതാണ്. നോക്കിയാൽ ഇവിടെ ഡിവിഡൻഡ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ. ഈ എക്സാമ്പിൾ നോക്കുക, ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് 15 രൂപയാണ്. കമ്പനി എന്ത് ചെയ്തു, 15% ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. പാർ വാല്യൂ കൂടെ പറയുന്നുണ്ട്, അതായത് ഫേസ് വാല്യൂ എന്ന് പറയും. അപ്പോൾ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്ന എന്തിലായിരിക്കത്തില്ല, മാർക്കറ്റ് വാല്യൂവിലായിരിക്കില്ല. എന്താണോ ഫേസ് വാല്യൂ അതിലായിരിക്കും. അപ്പോൾ കമ്പനി പ്രഖ്യാപിച്ച എന്താ, 10 × 15%.
അതായത് ഒരു ഷെയറിന് 1.5 രൂപ എന്ത് കൊടുക്കും? ഡിവിഡൻഡ് കൊടുക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം എന്താണ്? അവിടെ ഡിവിഡൻ്റാണ്. നേരത്തെ നമ്മൾ ഏണിങ്സ് പറഞ്ഞ പോലെ ഇവിടെ ഡിവിഡൻ്റാണ് ലാഭമായിട്ട് കിട്ടുന്നത്. ഡിവിഡൻഡ് ബൈ പ്രൈസ് ഇൻറ്റു 100 എന്നുള്ളതാണ്. ഏണിങ്സ് പെർ റേഷ്യോ ഉണ്ട്, ഏണിങ്സ് പെർ റേഷ്യോ പ്ലസ് ഗ്രോത്ത് ഉണ്ട്, ഡിവിഡൻഡ് പ്രൈസ് റേഷ്യോ ഉണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കുക. ഇതിലും കൂടുതൽ വരുന്നതൊക്കെ എന്താണ് പ്രസൻറ്റ് വാല്യൂയുടെയൊക്കെ ആപ്ലിക്കേഷനൊക്കെയാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇതും മറ്റേതിൻ്റെ കണ്ടിന്യൂഷൻ ആണല്ലോ, ഡി പി പ്ലസ് ഗ്രോത്ത് എന്നുള്ളത്. ഡിവിഡൻഡ് ബൈ പ്രൈസ് പ്ലസ് എന്താണ് ഇവർ പ്രതീക്ഷിക്കുന്ന ഗ്രോത്ത്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു 4 കാര്യം ഓർമ്മിച്ച് വെച്ചേക്കുക. അല്ലാതെ സെക്യൂരിറ്റി ബീറ്റ് അതിലേക്കൊന്നും പോകണ്ട. അറ്റ്ലീസ്റ്റ് ഈ 4 കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കുക. ഓക്കെ, എന്തൊക്കെയായിരുന്നു? ഏണിങ്സ് ബൈ പ്രൈസ് റേഷ്യോ, ഇതിൻ്റെ കൂടെ തന്നെ ഗ്രോത്ത് വരുന്നത്. ഇതേപോലെ ഡിവിഡൻഡും പ്രൈസ് റേഷ്യോ, അതിൻ്റെ കൂടെ തന്നെ എന്ത് വരുന്നത്? ഒരു കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് വരുന്നത്. ക്വസ്റ്റ്യനായിട്ട് ചോദിക്കത്തില്ല, ബട്ട് സ്റ്റിൽ എന്താണ് ആ മെത്തേഡുകൾ നിറഞ്ഞു വെച്ചേക്കുക, എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫിക്കൽട്ടി നിറഞ്ഞു വെച്ചേക്കുക, സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, പിന്നെ ഡിസംബർ 22 ചോദിച്ച വേറൊരു ചോദ്യമാണ്, വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, വാട്ട് ആർ ദ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഡിസ്കസ് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്താണ് ഇത്? ഒരു റേറ്റ് ഓഫ് ക്യാപിറ്റലാണ്, അല്ല ഒരു എമൗണ്ട് അല്ല. ഇത് ഇൻവെസ്റ്ററിൻ്റെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ അയാളുടെ കിട്ടുന്ന റിട്ടേൺ ആണ്, മറ്റേയാൾക്ക് അത് ഒരു കോസ്റ്റാണ്. ബിസിനസ്സിൻ്റെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ അതൊരു കോസ്റ്റാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? എന്തുമാത്രം കോസ്റ്റ് നമ്മൾ പിന്നെ ഓരോ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പല മെത്തേഡുകളുണ്ടല്ലോ, പല ഓപ്ഷൻസ് ഉണ്ട്. ഒരു ബിസിനസ്സിൻ്റെ പണം കണ്ടെത്താനാണെങ്കിൽ കടമായിട്ട് പോവാം, ഇല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഇക്വിറ്റി ഷെയർസ് കൊടുക്കാം. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നൊരു തീരുമാനം ബിസിനസ് എടുക്കുന്നത് ഇതിൻ്റെ ഓരോന്നിനുണ്ടാകുന്ന ചിലവ് നോക്കിയിട്ടാണ്. ആ ചിലവിനാണ് നമ്മളിവിടെ എന്തെന്ന് വിളിക്കുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഓരോ ഏരിയാസ് ഉണ്ടല്ലോ. ഞാൻ ബോണ്ടിൽ നിന്നാണ് എടുക്കുന്നത്, ഡിബഞ്ചറിൽ നിന്നാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഡിബഞ്ചറിനുണ്ടാകുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്? അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇക്വിറ്റി ഷെയർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി ഇക്വിറ്റി ഷെയറിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്. പ്രിഫറൻസ് ഷെയറാണ് എടുക്കുന്നതെങ്കിൽ ഇതിന് ഓരോന്നിനും ഫോർമുലാസ് ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. ബേസിക് ഒന്ന് വായിച്ച് നോക്കാം, നമ്മുടെ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഒന്ന് ആ ഏരിയ നോക്കണം. കാര്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ ഒന്ന് നോക്കാം എന്നുള്ളതേ ഉള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഡു യു മീൻ ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ കമ്പോണൻസ് എന്താണ്? വളരെ നല്ല ചോദ്യമാണ്. നമ്മൾ പറഞ്ഞായിരുന്നു വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദൈനംദിന കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ബിസിനസ്സിൻ്റെ കയ്യിലിരിക്കുന്ന പണത്തിനാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതാണ് പരിപാടി. നോക്കിയടാ, നമ്മൾ ബിസിനസ്സിൻ്റെ എന്തുണ്ടാവും? ക്യാഷ് ഉണ്ടാവും. ക്യാഷ് കൊണ്ട് ഇവർ എന്ത് ചെയ്യും? പല സാധനങ്ങൾ വാങ്ങും. അതിൽ പല ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും. ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കേണ്ടി വരും. ഈ വാങ്ങിച്ച സാധനങ്ങളെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സാക്കി മാറ്റും, അത് വിൽക്കും. ചിലർ പൈസ തരും, ചിലർ ഡെപ്റ്റേഴ്സായി മാറും. ആ പൈസ കൊണ്ട് പിന്നെയും നമ്മൾ അടുത്ത സാധനം വാങ്ങും. ഇങ്ങനെയാണ് ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ എപ്പോഴും നടന്നു വയ്ക്കേണ്ടിയിരിക്കുന്നത്. ഈ ഒരു ഓപ്പറേഷൻ നടക്കുന്നു എന്ന് ഉറപ്പാക്കുന്ന സാധനമാണ് എമൗണ്ടിനാണ്. ആ ഒരു ഇതിനിടയിൽ കിടന്ന് കളിക്കുന്ന ആ ഒരു പൈസേനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ പേര് പറയുന്ന പോലെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കും. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കമ്പോണൻസ് ഇതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ക്യാഷാണ് ആദ്യത്തെ കമ്പോണൻറ്റ്, പ്ലസ് ഇൻവെൻട്രി ആണ് രണ്ടാമത്തെ കമ്പോണൻറ്റ്, പ്ലസ് റിസീവബിൾസ് ആണ് മൂന്നാമത്തെ കമ്പോണൻറ്റ്. അപ്പോൾ ക്യാഷ് ഉണ്ട്, ഇൻവെൻട്രി ഉണ്ട്, റിസീവബിൾസ് ഉണ്ട്. ക്യാഷ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ മണി തന്നെയാണ്. ഇൻവെൻട്രി കൊണ്ട് ഉദ്ദേശിക്കുന്ന ക്യാഷിനെ നമ്മൾ എന്താക്കി മാറ്റും എന്നാണ് പറഞ്ഞത്? റോ മെറ്റീരിയൽ വാങ്ങും. റോ മെറ്റീരിയലിന് എന്തായി മാറും? വർക്ക് ഇൻ പ്രോഗ്രസ് ആവും. വർക്ക് ഇൻ പ്രോഗ്രസ് എന്തായി മാറും? ഫിനിഷ്ഡ് ഗുഡ്സായി മാറും. അല്ലേ? ഈ 3 സ്റ്റേജിൽ നിൽക്കുമ്പോഴും അതിനെ നമ്മൾ ഒറ്റ വാക്കിൽ എന്തെന്ന് പറയാം? ഇൻവെൻട്രി അഥവാ സ്റ്റോക്ക് എന്ന് വിളിക്കാം. പൈസ കൊടുത്ത് നിങ്ങളൊരു ഹോട്ടൽ നടത്തുമെന്ന് വിചാരിക്കുക. നിങ്ങൾ പൈസ കൊടുത്ത് എന്ത് ചെയ്തു? പിന്നെ ഇന്ന് രാവിലെ ഇപ്പം നിങ്ങളുടെ കടയിൽ വേറെ ഒന്നുമില്ല, ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്തു? ചിക്കൻ വാങ്ങിച്ച് വെച്ചു. ചിക്കൻ വാങ്ങിച്ച് വെച്ചാൽ ചിക്കൻ നിങ്ങളുടെ എന്താണ്? റോ മെറ്റീരിയലാണ്. ഈ വാങ്ങിച്ച് വെച്ച ചിക്കനെ വിൽക്കാൻ തക്കതായിട്ട്, കറി വയ്ക്കാൻ തക്കതായിട്ട് പുരട്ടിയേക്ക് വെച്ചു. അത് വെറും ചിക്കനല്ല, അതിനെ പുരട്ടിയേക്ക് വെച്ചിട്ടുണ്ട്. ഇനി എടുത്തിന് കറി വെച്ചാൽ മതി. അപ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് വിളിക്കും. നിങ്ങളതിനെ ബിരിയാണിയാക്കി മാറ്റി, അതിനെന്തെന്ന് വിളിക്കും? ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് വിളിക്കും. ഈ 3 സാധനങ്ങൾ നമ്മുടെ ബിസിനസ്സിൻ്റെ എന്താണ്? സ്റ്റോക്കാണ്. ഇത് എന്തിൻ്റെ പാർട്ടാണ്? എന്തിൻ്റെ കമ്പോണൻ്റാണ്? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കമ്പോണൻ്റാണ്. നിങ്ങൾ ഇറച്ചിക്കടക്കാരൻ്റെ കടം പറഞ്ഞാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അയാൾ ആരായി മാറി? നിങ്ങൾ ഒരു കടക്കാരനെ കിട്ടിയില്ലേ? നിങ്ങളുടെ കടക്കാരനെ ഇംഗ്ലീഷിൽ ഡെപ്റ്റർ എന്ന് വിളിക്കും.
അതും നമ്മുടെ എന്തിൻ്റെ പാർട്ടാണ്? പിന്നെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പാർട്ടാണ്. കാര്യം എന്താ? ഈ കടം വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറ്റി? നമ്മുടെ കയ്യിൽ അധികം പൈസ വെക്കേണ്ടി വന്നില്ല അല്ലേ? ഇനി സാധനം വിറ്റിട്ട് എന്ത് ചെയ്താൽ മതി? അടുത്ത ദിവസം ഇയാളെ കടം വിട്ടിയാൽ മതി. അത്രയും പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ അത് എന്തായിട്ട് പോവേണ്ടതായിരുന്നു? പൈസയായിട്ട് കയ്യിൽ നിന്ന് പോവേണ്ടതായിരുന്നു. അപ്പോൾ അതും എന്താണ്? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിലെ ഒരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിലെ കമ്പോണൻസ് ഒന്നും കൂടെ പറയുന്നു. നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ്, നമ്മുടെ സ്റ്റോക്ക്, നമുക്ക് കടം തരുന്ന ആൾക്കാർ, ഡെപ്റ്റേഴ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റി ബാക്കി കാര്യങ്ങളൊന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ബേസിക് ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. കാര്യം എല്ലാം ഒറ്റ ഇരുപ്പി പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്ന് തോന്നുന്നു എന്തിനെ പറ്റിയുണ്ടെങ്കിലും പറയാം. ബ്ലോക്ക് 2 എന്ന് പറഞ്ഞാൽ അടുത്തൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ഈ ബ്ലോക്ക് 2 എന്നൊരു നല്ലൊരു കണക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാനത് വേറൊരു വീഡിയോക്കകത്ത് പ്രോപ്പറായിട്ട് ചെയ്ത് തന്നെ കാണിച്ചേക്കാം. ഓക്കെ, അല്ലാതെ ഞാൻ പറയാത്ത മനഃപൂർവ്വം സ്കിപ്പ് ചെയ്താണ്. അത് വേറൊരു വീഡിയോക്കകത്ത് തൊട്ട് താഴെ ഞാൻ ചെയ്യുന്നുണ്ട്, പേടിക്കേണ്ട. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ? ഇവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്? ഈ പറഞ്ഞ കണക്ക് വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്താണെന്നുള്ളത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഒരുപാട് മെത്തേഡുകളുണ്ട്, ഞാനെല്ലാം പറയുന്നുണ്ട്, പേടിക്കേണ്ട. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ്സിൻ്റെ കയ്യിൽ എന്തുണ്ട്, ഇപ്പോൾ പണം ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക, ഉള്ള പണത്തിനെ എവിടെയൊക്കെ എടുത്തിടണമെന്നുള്ളത് തീരുമാനിക്കുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. എവിടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന വാക്കിനെ നമ്മൾ തെറ്റായിട്ട് ധരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങളൊരു കട തുടങ്ങി, നിങ്ങളെ കടയിലേക്ക് നിങ്ങളൊരു പുതിയൊരു അസറ്റ് വാങ്ങിയെന്ന് പറഞ്ഞാലും അത് എന്താണ്? നിങ്ങൾ നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ നിങ്ങൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, അതിന് മറ്റൊരു പേര് വിളിക്കും ക്യാപിറ്റൽ. ഓക്കെ, അതൊന്ന് മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിൽ എന്താണ് അത്ര പ്രത്യേകത? എന്തുകൊണ്ട് നമ്മളത് സവിശേഷമായിട്ട് കണക്കാക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ ഒരുപാട് പ്രത്യേക റീസൺസ് പറയുന്നുണ്ട്. ഒന്ന്, അത് വലിയൊരു എമൗണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അല്ലേ, അല്ലാതെ ഈ പറഞ്ഞ പോലെ ചെറിയ എമൗണ്ട് ആയിരിക്കത്തില്ല. ഒരു മെഷീനറി വാങ്ങാനൊക്കെ പറഞ്ഞ വലിയ എമൗണ്ടാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ആലോചിച്ച് തന്നെ എടുക്കേണ്ട തീരുമാനം. ഇതിൻ്റെ എഫക്റ്റ് എന്താണ്? ലോങ് ടേം എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. മാത്രമല്ല പലപ്പോഴും ഇത് ഇറിവേഴ്സിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ 100 കോടി രൂപ കൊടുത്തൊരു മെഷീൻ വാങ്ങിയെന്ന് വിചാരിക്കുക, അതിനെ തിരിച്ച് വിറ്റാൽ 100 കോടി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നടപ്പുള്ള കാര്യമാണോ? ഇല്ല, നടപ്പില്ല, വലിയ പാടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഇറിവേഴ്സിബിൾ ആണ്. പിന്നെ ഈ ഒരു തുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ കാലത്തേക്ക് നിങ്ങൾ എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. കാര്യം നിങ്ങൾ ലോണൊക്കെ എടുത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പലിശയൊക്കെ നിങ്ങൾ അടച്ചു തീർക്കേണ്ടി വരും. അപ്പോൾ ഇതിനൊന്നും നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടായില്ലെങ്കിൽ അത്ര രൂപ വെറുതെ ആയിപ്പോവും. ഇങ്ങനെ പല കാര്യങ്ങൾ മുൻ കണ്ടുകൊണ്ടാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ആ ഒരു ഏരിയയിലേക്ക്, ഞാൻ തിയറി ഏരിയയിലേക്ക് ഒന്ന് പോവുകയാണേ. അവിടെ കൊണ്ട് ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രാക്ടിക്കൽ വേറൊരു വീഡിയോയ്ക്ക് അത് കാണാം. ഇതാ ഇവിടെ പറയുന്നുണ്ട് എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ഹ്യൂജ് എമൗണ്ട് നമുക്ക് വേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. റിസ്ക് വളരെ കൂടുതലാണ്. പിന്നെ ഇറിവേഴ്സിബിൾ ആണ്. ഈ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവർ പറയുന്നത്. നമുക്കിനി അറിയേണ്ടത് ടൈപ്സ് ആണ്. ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് സംഭവം. ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡ്സ്. ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്? നമ്മൾ എവിടെയോ കുറേ പണം കൊണ്ട് മുടക്കാൻ പോകുന്നു. അവിടെ നിങ്ങൾക്ക് എന്ത് കാണും? ഒരുപാട് ഓപ്ഷൻസ് കാണും. ഓക്കെ, ഞാൻ വീണ്ടും ഒരു കാര്യം പറഞ്ഞു. വേറൊരു ഉദാഹരണം പറയാം. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണം? ഒരാളെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. നിങ്ങളുടെ മുൻപിൽ എന്ത് കാണും? ഒരുപാട് പേര് നിങ്ങളുടെ മനസ്സിൽ വരും, ഒരുപാട് ഇമേജസ് വരും. ഇതിൽ ആരെ തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഓരോരുത്തരെക്കുറിച്ചുള്ള ഓരോ ഫാക്ടേഴ്സ് നിങ്ങൾ മുന്നിലേക്ക് വിചാരിക്കും. എന്നിട്ട് വിചാരിക്കും, ഇയാൾക്ക് ഇന്ന കുറവുണ്ട്, ഇയാൾ വേണ്ട, ഇയാൾക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്, ഇയാൾ വേണ്ട. അങ്ങനെ കളഞ്ഞിട്ടായിരിക്കും നിങ്ങൾ അവസാനം ഒരാളെ സെലക്ട് ചെയ്യുന്നത് അല്ലേ? അതുപോലെയാണ് ഇവിടെയും നടക്കുന്നത്. നിങ്ങൾ മുമ്പിലേക്ക് എന്ത് വരും? ഒരുപാട് പ്രപ്പോസലുകൾ വരും. പ്രപ്പോസൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വേറെ എന്തൊക്കെയോ ഓർമ്മ വരും. വളരെ നല്ല കാര്യമാണ്, പഠിക്കാൻ എളുപ്പമായിരിക്കും അത്. നിങ്ങളുടെ മുമ്പിലേക്ക് ഒരുപാട് പ്രപ്പോസൽ വരുന്നതിൽ നിന്ന് നിങ്ങൾ എന്തേ എടുക്കത്തുള്ളൂ? ഒരാളെ സെലക്ട് ചെയ്യത്തുള്ളൂ, അല്ലാതെ എല്ലാവരും സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു സെലക്ഷനിലേക്ക് പോകുന്നത്? നിങ്ങൾക്ക് പോകുമ്പോൾ എങ്ങനെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷേ ബിസിനസ്സിന് എന്ത് വേണം? ശാസ്ത്രീയമായിട്ടുള്ള രീതി വേണം. അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അപ്രൈസൽ മെത്തേഡുകൾ. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അപ്രൈസൽ മെത്തേഡുകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ട്രഡീഷണൽ മെത്തേഡ് എന്നും ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് അഥവാ മോഡേൺ മെത്തേഡ്. ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് മോഡേൺ ആയിരിക്കില്ല. അപ്പോൾ ട്രഡീഷണലും വേണം, മോഡേൺ മെത്തേഡും വേണം. ഇതിൻ്റെ പ്രാക്ടിക്കൽ ഞാൻ പറഞ്ഞ പോലെ അടുത്ത വീഡിയോ കാണിക്കാം. ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പേ ബാക്ക് പീരീഡ് മെത്തേഡുണ്ട്, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡും ഉണ്ട്. പേ ബാക്ക് പീരീഡ് മെത്തേഡ് പറയുന്ന വേറെ ഒന്നുമില്ല. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരിടത്ത് ഒരു കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോകണം. അപ്പോൾ 2 ഓപ്ഷൻ കിട്ടി. എയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 10,000 രൂപ. 2 പേര് എന്ത് പറഞ്ഞു? 10,000 ഇൻവെസ്റ്റ് ചെയ്ത്
ഓക്കെ, ഇപ്പം അങ്ങനെ പറഞ്ഞ സേവ് 10,000 ഇൻവെസ്റ്റ് ചെയ്താൽ തിരിച്ച് എത്ര രൂപ തരാമെന്ന് പറഞ്ഞു? 15,000 തരാമെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന 10,000, തിരിച്ച് കിട്ടുന്ന 15,000. എ പറഞ്ഞു എന്താണ്, ഞാൻ 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് 15,000 തിരിച്ചു തരാം. ബി പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ 3 വർഷം കൊണ്ട് 15,000 തിരിച്ചു തരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ ഏത് തിരഞ്ഞെടുക്കും? നിങ്ങളേത് തിരഞ്ഞെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. പേ ബാക്ക് പീരീഡ് പറയുന്നത് ഏതാണോ ഏർലി റീപേയ്മെൻറ്റ് നടത്തുന്നത്, ഓക്കെ, ഏതാണോ ഏർലി റീപേയ്മെൻറ്റ് നടത്തുന്നത് അതിനെ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. അത് നമുക്ക് നോക്കാം. പിന്നെ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ നോക്കുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ബൈ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100 ചെയ്തിട്ട് നോക്കുക. ഇപ്പോൾ എയും ബിയും പറഞ്ഞല്ലോ. എയിൽ ഇതേപോലെ കിട്ടുന്ന പ്രോഫിറ്റ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100 നോക്കുക, ബിയിലും കിട്ടുന്ന പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100 നോക്കുക. അതിലൊന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതാണ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. പക്ഷേ താഴോട്ട് വരുമ്പോൾ NPV, IRR, PI എന്ന് പറയുമ്പോൾ അവിടെ ഒരു സാധനം അഡീഷണൽ ആയിട്ട് കയറി വരും, പ്രസൻറ്റ് വാല്യൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ നടത്തി ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഒരു റിട്ടേൺ കിട്ടുമെന്ന് അവർ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഈ കിട്ടുന്ന റിട്ടേണിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുമ്പോൾ നിങ്ങൾ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരിക്കണം, അപ്പോൾ പ്രസൻറ്റ് വാല്യൂ എന്താണെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ അത്രയും തല പോയിച്ച് ചിന്തിക്കേണ്ട, മെത്തേഡ് അറിഞ്ഞാൽ മതി. കാര്യം പ്രസൻറ്റ് വാല്യൂ എന്തായാലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ, അതുകൊണ്ട് വലിയ മെനക്കേടുണ്ടാവത്തില്ല. പ്രസൻറ്റ് വാല്യൂ തന്നേക്കുമ്പോൾ എങ്ങനെയാണ് NPV, IRR, PI പോലുള്ള മെത്തേഡുകൾ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് പ്രാക്ടിക്കലായിട്ട് തന്നെ നോക്കാം. അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞേക്ക് NPV എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോഫിറ്റ് നോക്കുന്ന പോലെയാണ്. നമ്മൾ എന്ത് നോക്കും? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ നോക്കും, കിട്ടുന്ന റിട്ടേണിൻ്റെ പ്രസൻറ്റ് വാല്യൂ നോക്കും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇപ്പം കിട്ടുന്ന റിട്ടേൺ മൈനസ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കുമല്ലോ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അതുപോലെയാണ്. ഓക്കെ, നമുക്ക് കിട്ടുന്ന റിട്ടേൺ വെറുതെ എടുക്കത്തില്ല, അതിൻ്റെ എന്ത് നോക്കും? പ്രസൻറ്റ് വാല്യൂ നോക്കും. നേരത്തെ പറഞ്ഞ ആ ഒരു ചിന്താഗതി, ഞാനിത് ഇത്രയും പെർസെൻറ്റേജ് റിട്ടേൺ ഞാൻ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ എനിക്കിത് ഇപ്പം 10,000 രൂപ 10 വർഷം കഴിഞ്ഞ് കിട്ടുന്നു എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയാണ് ഈ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തരുന്ന റിട്ടേൺ ഒരു 10,000 രൂപയാണെങ്കിലും അതിന് തുല്യമായ വേറൊരു തുക നമ്മൾ കണ്ടെത്തും, പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തും. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അതേപോലെ പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തും. രണ്ടിൻ്റെയും ഡിഫറൻസ് നോക്കും. ഇപ്പോൾ 2 പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എയും ബിയും ഉണ്ടെങ്കിൽ എയുടെയും നെറ്റ് പ്രസൻറ്റ് വാല്യൂ നോക്കും, ബിയുടെയും നെറ്റ് പ്രസൻറ്റ് വാല്യൂ നോക്കും. ഏതാണോ ഹയസ്റ്റ് അത് സെലക്ട് ചെയ്യുന്നുള്ളതാണ്. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്നത് റേറ്റ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, റേറ്റ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ തരാമെന്ന് പറഞ്ഞ റിട്ടേണിൻ്റെ റേറ്റാണ് ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഹയസ്റ്റ് റേറ്റ് എവിടെയാണ് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളതാണ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഏതാണ്ട് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ പോലെയാണ്, പക്ഷേ എന്തിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടെ ഉണ്ട്, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എന്ന് പറയുന്ന ഒരു സാധനം കൂടെ കയറി വരും. കേൾക്കുമ്പോൾ വലിയ ധാരണ കിട്ടില്ല, ഒരു ബേസിക് കണക്കൊക്കെ വളരെ സിമ്പിൾ കണക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ കുറച്ചും കൂടി ഒരു ധാരണ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് സെക്കൻഡ് ബ്ലോക്കിൻ്റെ അത് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓട്ടിച്ച് പറഞ്ഞു എന്ന് എനിക്കറിയാം, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്തുണ്ടെങ്കിലും ചോദിക്കാം. താങ്ക് യു.